ഏതെങ്കിലും വിജയുടെ ഊരിലേതെങ്കിലും പാട്ടുകൾ വല്ലതും അറിയോ? പാട്ടുകൾ ആണോ? മറ്റേ കുറേ പാട്ടുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുള്ള ഞാൻ പറയാം. വിദ്യാഭ്യാസം ഏത് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ് വിജയ് ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ വിദ്യാഭ്യാസം ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒന്നിൽ തന്നെ ഇപ്പോൾ ഒരു മിനിറ്റ് കട്ടാക്കണം. ഒരു പോയിന്റ് എടുക്കണം. അതായത് നമ്മുടെ കലകളും വിദ്യാഭ്യാസത്തിൽ ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ആർട്ടും പാട്ടും അതെല്ലാം വിദ്യാഭ്യാസമാണ്. ഇത് നമ്മുടെ ഒരു സ്കൂൾ തലത്തിൽ പഠിച്ച മാത്രം വിദ്യാഭ്യാസമല്ല, അതും വിദ്യാഭ്യാസമാണ്. പക്ഷെ ഇതും ഒരു വിദ്യാഭ്യാസമാണ്. നമ്മുടെ പഴയ ജോലികളും കഥകളും ആട്ടുകളും പാട്ടുകളും പഴവർഗ്ഗങ്ങൾ ശേഖരിക്കുന്നതും കിഴങ്ങ് വർഗ്ഗങ്ങൾ മാന്തുന്നതും തിന്നുന്നതും ഒക്കെ ഈ വിദ്യാഭ്യാസത്തിൽ ബന്ധപ്പെട്ട ഒന്നിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അറ്റോട് അല്ല, അതാ വിദ്യാഭ്യാസം കഥ. പിന്നെ പുതിയ സംസ്കാരത്തിലൂടെ നമ്മൾ കെച്ച വന്നത് അടിച്ചേൽപ്പിച്ചത് ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പഠനം എന്ന് പറയുന്നത് ഇത് മുഴുവനും പഠനത്തിൽ ബന്ധപ്പെട്ട ഇനങ്ങൾ. പിന്നെ അത് കൂട്ടമായും ആകാം, വ്യക്തികൾക്കും ആകാം. അപ്പൊ അനുഭവത്തിലൂടെ അതെല്ലാം വിദ്യാഭ്യാസം ആയിട്ട് വരും. ഓക്കെ, പാട്ട് ഓർമ്മയില്ലേ? ഒരു പാട്ടാ അണ്ണാ, മറ്റേ ഈ പാട്ടില്ലാണ് മറ്റേ ലേക്കരടി എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടാം. ഒരു 4 വരി പാടാം, അത്ര അറിവുള്ളൂ. ഒരു നല്ലൊരു പാട്ട് പാടാം, ഒരു 4 വരി ഞാൻ പാടുന്നുള്ളൂ. അവിടെ നല്ലൊരു രീതിയിലൊരു പാട്ടാണത്. എന്താ 4 വരി മാത്രം പാടി നിർത്തുന്നത്? സത്യത്തില് 4 വരി പാടാട്ടോ. ഇത് വലുതായി എന്റെ കാര്യം ഇതിപ്പോ വലുതായിട്ടുണ്ടല്ലോ. കറടി അത്തിപ്പാമ്പ് ബന്ധ കറടി പാലേക്കാടിലി കൊട്ടാളെ മേത് പിടിക്കാ പോന കൊത്തിയാ ബരുത്. പാലേക്കാടിലി കൊട്ടാളെ മേത് പിടിക്കാ പോന കൊത്തിയാ ബരുത്. ലാലാ ലാലേ 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 ലീലോ 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 ലീലോ. പാലേക്കാടിലി കൊട്ടാളെ മേത് ബാ പിടിക്കാ പോനമ്പ അകറിക്കൊണ്ട് ഓടുത്. കോളേജിലെ കാര്യങ്ങളും പഠിക്കുന്നതിനാണോ? പാട്ട് പാരമ്പര്യമായിട്ടുള്ളതാണ്. അപ്പൊ നമ്മളത് പഠിച്ചിരിക്കണം. അത് വിജയ്ക്ക് എത്ര പാട്ടറിയാം? ഒരു 5-6 പാട്ട് അറിയാം, പക്ഷെ ഇപ്പോൾ ഓർമ്മയിൽ തങ്ങുന്നില്ല.